ഇതു കലാമണ്ഡലം, ഇതു കേരളീയം. തിരത്തളിരിലകൾ കോട്ടിയതിലൊരു പിടി കുളിരുമായി നിലയൊഴുകിയെത്തുന്നിവിടെ ഇടവേളയിൽ. ചെറുതുരുത്തി കടവിലോർക്ക മലയാളമേ, ചെറുതുരുത്തി കടവിലോർക്ക മലയാളമേ, മലയാളമേ. അതെ, ശ്രീ അയ്യപ്പ പണിക്കരുടെ ഈ കവിതയാണ് മണീട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ 2013-14 അധ്യയന വർഷത്തിൽ 10ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടികളുടെ ഈ യാത്രാവിവരണത്തിന് അല്ല, ഒരനുഭവക്കുറിപ്പിന് അടിസ്ഥാനം. ഇത് ഞങ്ങൾ കേരളത്തിലെ എല്ലാ കൂട്ടുകാർക്കുമായി പങ്കുവെക്കട്ടെ. ഞാൻ 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ പ്രതിനിധി മാത്രം. ഇത് എന്റെ ശബ്ദമല്ല, ഞങ്ങളുടെ ശബ്ദമാണ്. മതി, ഇനി ഞാൻ അവധിക്കാല ക്ലാസ്സിൽ പുസ്തകം കിട്ടിയപ്പോൾ തന്നെ ഞങ്ങളിൽ പലരും മലയാള പാഠപുസ്തകത്തിലൂടെ ഒരോട്ട പ്രദക്ഷിണം നടത്തി. ഇതുവരെ പഠിച്ചതുപോലെയല്ല കേരള പാഠാവലിയിലെ ആദ്യ യൂണിറ്റ് എന്ന് തോന്നി. കഥകളിയും കൂത്തും കൂടിയാട്ടവും എന്നുവേണ്ട ഒട്ടേറെ കലകൾ നിറഞ്ഞ നമ്മുടെ നാട്. അവിടെ ഒരു കലാമണ്ഡലം, മഹാകവി വള്ളത്തോൾ സ്ഥാപിച്ച കലാമണ്ഡലം. മലയാളം ക്ലാസ്സിൽ ടീച്ചർ പഠിക്കാനുള്ള ഭാഗത്തെക്കുറിച്ച് പറയാൻ തുടങ്ങും മുമ്പേ കലാമണ്ഡലം എന്താണ്, എവിടെയാണ്, അവിടെ എന്താണ് നടക്കുന്നത്, അങ്ങനെ ഞങ്ങളുടെ മനസ്സിൽ പൊന്തിവന്ന സംശയങ്ങളെല്ലാം ടീച്ചറുടെ മുന്നിൽ കുടഞ്ഞിട്ടു. ഉത്തരങ്ങൾ ഓരോന്നായി പറഞ്ഞ് സംശയ നിവൃത്തി വന്നപ്പോൾ പിൻബെഞ്ചിലിരുന്ന് വിഷ്ണു ഒരു ചോദ്യം തൊടുത്തുവിട്ടു. ടീച്ചർക്ക് ഞങ്ങളെ ഒന്ന് കലാമണ്ഡലത്തിൽ കൊണ്ടുപോകാമോ? ചർച്ച കൊടുമ്പിരിക്കൊണ്ടിരുന്ന ക്ലാസ് മുറി പെട്ടെന്ന് നിശബ്ദമായി. ടീച്ചർ തീരെ പ്രതീക്ഷിക്കാത്തൊരു ചോദ്യം. ആ, ശരിയാ ടീച്ചറെ, കൊണ്ടുപോകൂ. ക്ലാസ് ബഹളമയം. ടീച്ചർ ഒന്ന് ആലോചിച്ചു, എന്നിട്ട് പറഞ്ഞു, നോക്കാം. താമസിച്ചില്ല, ഞങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിച്ചു. ജൂൺ 13, ഒരു നനഞ്ഞ പ്രഭാതം. ഞങ്ങൾ കലാമണ്ഡലം എന്ന കലാക്ഷേത്രത്തിന് മുന്നിലെത്തി. മഴച്ചാറ്റലുകൾക്കിടയിലൂടെ ആ ദിവ്യഭൂമി ഞങ്ങൾ കൺകുളിർക്കെ കണ്ടു. മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ പൂർണ്ണകായ പ്രതിമയുടെ മുന്നിലേക്ക് ആ ക്ഷേത്രവാതായനങ്ങൾ മലർക്കെ തുറന്നു കിടക്കുന്നു. കലാമണ്ഡലം എന്ന പഞ്ചാക്ഷരി മന്ത്രം ഞങ്ങൾക്ക് മുന്നിലതാ യാഥാർത്ഥ്യമായി നിലകൊള്ളുന്നു.